ഹായ്, ഇന്ന് ഞാൻ ഇവിടെ ഉണ്ടാക്കുന്നത് അവിൽ മിക്സ്ചർ റെസിപ്പിയാണ്. അത് എണ്ണയിലൊന്നും അവിൽ വറക്കാതെയാണ് എടുക്കുന്നത്. ഡ്രൈ റോസ്റ്റ് ചെയ്തിട്ട് എടുക്കുക. 2 കപ്പ് അവിൽ ഞാൻ ഇവിടെ എടുത്തിട്ടുണ്ട്. അത് ക്രിസ്പി ആകുന്ന വരെ വറുത്തെടുക്കണം. ഏത് അവിൽ വേണമെങ്കിലും നമുക്ക് ഇതിന് വേണ്ടിയിട്ട് എടുക്കാം. ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് വെള്ള അവിലാണ്. ഇഷ്ടമുള്ള അവിൽ എടുക്കാം. പക്ഷെങ്കിൽ കുറച്ചുകൂടി ഒരു വൈറ്റ് കളറുള്ള അവിലാകുമ്പോൾ കാണാനൊരു ഭംഗിയായിരിക്കും. ഇതിവിടെ 5 മിനിറ്റ് ആയിട്ടുണ്ട്. നല്ല ക്രിസ്പി ആയിട്ട് വന്നിട്ടുണ്ട്. ഇതിനി വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. അവിൽ മാറ്റിയതിന് ശേഷം ആ കടായിലേക്ക് കുറച്ച് നെയ്യ് ചേർക്കുന്നുണ്ട്. ഇതിലേക്ക് ഞാൻ ആദ്യം പൊട്ടുകടല ഇടുന്നുണ്ട്. ഇതൊന്ന് ചെറുതായിട്ട് റോസ്റ്റ് ചെയ്തിട്ട് എടുക്കാം. പൊട്ടുകടല അധിക സമയം ഇട്ടിട്ട് റോസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. അത് ഹാർഡായിപ്പോൾ പെട്ടെന്ന് തന്നെ കോരി മാറ്റാം. ഇതേ നെയ്യിൽ തന്നെ അടുത്തതായിട്ട് കുറച്ച് റോസ്റ്റഡ് പീനട്ടാണ് ഞാൻ ചേർക്കുന്നത്. ഇത് നെയ്യിലിട്ടിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. പീനട്ട് ഒരു 2 മിനിറ്റ് റോസ്റ്റ് ചെയ്താൽ മതി. അടുത്തതായിട്ട് ഞാൻ കുറച്ച് പംകിൻ സീഡ് ചേർത്തിട്ട് അതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുന്നുണ്ട്. പംകിൻ സീഡ് കോരി മാറ്റിയെടുക്കാം. പംകിൻ സീഡ് ഞാൻ മാറ്റിയതിന് ശേഷം കുറച്ച് നെയ്യ് കൂടി ചേർക്കുന്നുണ്ട്. കുറച്ച് കാഷ്യൂ നട്ട് റോസ്റ്റ് ചെയ്തെടുക്കാം. ഇതിലേക്ക് ചേർക്കുന്ന നട്ട്സ് സെപ്പറേറ്റ് ആയിട്ട് തന്നെ റോസ്റ്റ് ചെയ്ത് ചേർക്കുന്നതാണ് നല്ലത്. കാഷ്യൂ നട്ട് ഏതാണ്ട് റെഡി ആയിട്ടുണ്ട്. ഇതും കോരി മാറ്റാം. ഇതിലേക്ക് കുറച്ച് ഗോൾഡൻ റൈസൻസും ബ്ലാക്ക് റൈസൻസും ചേർക്കുന്നുണ്ട്. ഇത് റെഡി ആയിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ കുറച്ച് തേങ്ങാക്കൊത്ത് ചേർക്കുന്നുണ്ട്. ഇതൊന്ന് നന്നായിട്ട് റോസ്റ്റ് ചെയ്തിട്ട് ചേർക്കണം. തേങ്ങാക്കൊത്ത് ഇവിടെ മൂത്ത് വന്നിട്ടുണ്ട്. ഇതും കുരുമുളക്. ലാസ്റ്റിൽ കുറച്ച് വറ്റൽമുളക് ഈ നെയ്യിലേക്ക് ചേർക്കുന്നുണ്ട്. അതോടൊപ്പം കുറച്ച് കറിവേപ്പില ചേർക്കുന്നുണ്ട്. ഇത് നന്നായിട്ട് റോസ്റ്റ് ചെയ്തിട്ട് ഇതിലേക്ക് ഞാൻ കുറച്ച് കായത്തിൻ്റെ പൊടി ചേർക്കുന്നുണ്ട്. കുറച്ച് മതി. കായപ്പൊടിയൊക്കെ ചേർക്കുന്ന സമയത്ത് സിമ്മിലാക്കി വെക്കണം ഫ്ലെയിം. ഒന്ന് റോസ്റ്റ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട്. മഞ്ഞൾപ്പൊടി ചേർത്തിട്ട് ഒന്ന് ഇളക്കി ചേർത്തതിന് ശേഷം ഇതിലേക്ക് റോസ്റ്റ് ചെയ്ത് വെച്ച അവിൽ ചേർക്കാം. അവിൽ നന്നായിട്ട് ഇളക്കിയതിന് ശേഷം ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. ഉപ്പ് ചേർത്ത്
നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ആദ്യം റോസ്റ്റ് ചെയ്ത് വെച്ച നട്ട്സ് എല്ലാം ഇതിലേക്ക് ചേർക്കാം. ഈ സമയത്തൊക്കെ സിമ്മിലായിരിക്കണം ഫ്ലെയിം. ഇതിലേക്ക് 1/4 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ചേർക്കുന്നുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ലാസ്റ്റിൽ ഇതിലേക്ക് 2 ടീസ്പൂൺ പഞ്ചസാര പൊടിച്ചത് ചേർക്കുന്നുണ്ട്. ഇതിൻ്റെ എരിവും ഉപ്പും ഒക്കെ ഒന്ന് ബാലൻസ് ആവാൻ വേണ്ടിയിട്ടാണ് ഷുഗർ ചേർക്കുന്നത്. ഇതെന്തായാലും ചേർക്കണം. ഇതും ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് സ്റ്റൗ ഓഫ് ചെയ്യാം. അവിൽ എണ്ണയിൽ വറുത്ത് കോരാത്തത് കൊണ്ട് തന്നെ ഇത് ഹെൽത്തി ആയിട്ടുള്ള ഒരു മിക്സ്ചറാണ്. ഇത് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അതോടൊപ്പം ഇത് ട്രൈ ചെയ്തിട്ട് അതിൻ്റെ ഫീഡ്ബാക്കും അറിയിക്കണം. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ, സപ്പോർട്ട് ചെയ്യണേ. ഇത് തണുത്തതിന് ശേഷം എയർ ടൈറ്റ് കണ്ടെയ്നറിൽ സൂക്ഷിച്ച് വെക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു മിക്സ്ചറാണ്. അവിൽ മിക്സ്ചറെല്ലാം ഒരു കണ്ടെയ്നറിലേക്ക് ഞാൻ മാറ്റിയിട്ടുണ്ട്. ഇതെല്ലാവരും ട്രൈ ചെയ്യണേ. താങ്ക് യു.